മലേഷ്യ റെഡ്, റോയൽ റെഡ് പോലുള്ള സെൽഫ് പോളിനേഷൻ വെറൈറ്റികളിലും പരാഗണം ചെയ്തതിന് ശേഷവും നമ്മുടെ പൂമൊട്ടുകൾ പൊഴിഞ്ഞു പോകുന്നത്, ചില വെറൈറ്റികൾ നിറയെ പൂവുണ്ടാവുന്നുണ്ട്, പോളിനേഷൻ ചെയ്തിട്ടും കാഴ പിടിക്കുന്നില്ല. ഡ്രാഗൺ ഫ്രൂട്ടിൽ തന്നെ 3 തരം പോളിനേഷനുകളാണുള്ളത്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഹന്നൂസ് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നവരും നല്ല പരിചയമുള്ളവരുമൊക്കെ ആയിരിക്കാം. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അതിനെപ്പറ്റി ചെറിയൊരു വിവരണം നൽകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സെൽഫ് പോളിനേഷൻ എന്നാൽ കാറ്റിൻ്റെയോ തേനീച്ചയുടെയോ നിശാശലഭങ്ങളുടെയോ മറ്റു പ്രാണികളുടെയോ സഹായത്താൽ പോളിനേഷൻ നടക്കുന്നതിനെയാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. സെൽഫ് പോളിനേഷൻ വെറൈറ്റികൾ തന്നെ മഴയുള്ള സമയങ്ങളിൽ ഇതേപോലെ സന്ധ്യ ആവുന്ന സമയത്ത് പൂമൊട്ടുകൾ ചെറുങ്ങനെ വിടരാൻ കൊതിക്കുന്ന സമയത്ത് നമ്മൾ അതിനൊരു കവറിട്ട് മൂടി കൊടുക്കുക. രാത്രിയിലോ നന്ന രാവിലെയിലോ നമ്മൾ ഇതിൻ്റെ പൂമ്പൊടി കളക്ട് ചെയ്ത് പോളിനേഷൻ ചെയ്തു കൊടുക്കുക. എന്നതിന് ശേഷം വീണ്ടും ഇതേപോലെ മെല്ലെ പൂവുകൾക്ക് ചതവൊന്നും പറ്റാത്ത രീതിയിൽ വീണ്ടും ഇതേപോലെ കവറിട്ട് മൂടി വെച്ച് കൊടുക്കുക. ക്രോസ് പോളിനേഷൻ എന്നാൽ മറ്റു പൂവുകളിൽ നിന്നും കളക്ട് ചെയ്ത പൂമ്പൊടി ക്രോസ് പോളിനേഷൻ വെറൈറ്റികളിൽ നിക്ഷേപിക്കുന്നതാണ് ക്രോസ് പോളിനേഷൻ. ഇതേപോലെ കളക്ട് ചെയ്തെടുക്കുന്ന പൂമ്പൊടി നമുക്ക് നല്ലൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഒരാഴ്ചയോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ഹാൻഡ് പോളിനേഷൻ എന്നാൽ അതാത് വെറൈറ്റിയുടെ തന്നെ പൂമ്പൊടി കളക്ട് ചെയ്ത് നമ്മൾ പോളിനേഷൻ ചെയ്തു കൊടുക്കുന്നതിനാണ് ഹാൻഡ് പോളിനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.